ഓക്കേടാ. അപ്പോൾ നമുക്ക് ലൈൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ട്രേസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് ഗിവൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ട്രേസ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ഗിവൺ ഡേറ്റാസൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ട്രേസ് എന്താണ്, ട്രേസ് ഗിവൺ ആണെങ്കിൽ അതെങ്ങനെ വരയ്ക്കാം, ആ മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയടാ. എ ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു വി പി. അപ്പോൾ ലൈൻ 45 ഡിഗ്രി ടു വി പി. ലൈനാണ് എന്ത് ചെയ്യുന്നുണ്ട്, 45 വി പി മാറ്റി 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ ആരാണ്, 5. ഓക്കെ, ഹാസ് ഇറ്റ്സ് എൻസ് ആർ 20 mm ആൻഡ് 50 mm എബോ ഗ്രൗണ്ട്. എബോ ദി ഗ്രൗണ്ട് മീൻസ് എബോ എച്ച് പി. അപ്പോൾ എൻസ് ആരൊക്കെയാണ്, ഇതിൻ്റെ എൻസ് ആരൊക്കെയാണ്, എ ബി. എയും ബിയാണ് എൻഡുകൾ. അപ്പം 20 mm എബോ എന്ന് വെച്ചാൽ എ ഡാഷ് 20 mm എബോ ആയിരിക്കും, ബി ഡാഷ് 50 mm എബോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഒന്ന് എഴുതിയേക്കാം. 5 = 45 ഡിഗ്രി. അത് മേക്ക് ചെയ്യുന്ന ആരാണ്, എ B1 ലൈനാണ്. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാമേ. നമുക്കൊരു ബേസിക് ഫിഗർ എടുത്തിട്ട് അത് വെച്ച് ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ 5 എന്താണെന്നൊക്കെ. എ ഡാഷ് എത്രയാണ്, 20 mm. നമ്മൾ വരയ്ക്കുമ്പോൾ എക്സ് ലൈൻ്റെ മുകളിൽ വരയ്ക്കുക. ബി ഡാഷ് എങ്ങനെ വരയ്ക്കും, 50 mm മുകളിലോട്ട്, എക്സ് ലൈൻ്റെ മുകളിലോട്ട് 50 mm വരയ്ക്കുക. ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് 70 mm. അപ്പോൾ ഫ്രണ്ട് വ്യൂ എനിക്കറിയാം എന്താണ്, എ ഡാഷ് ബി ഡാഷ് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് എത്ര തന്നിട്ടുണ്ട്, 70 mm തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കീവേഡ് വരുന്നത്. ഈ HTVT ഗിവൺ പ്രോബ്ലം മീൻസ് ഇങ്ങനെ ആയിരിക്കും. ഇറ്റ്സ് വെർട്ടിക്കൽ ട്രേസ് ഈസ് 10 mm എബോ എച്ച് പി. അതായത് വെർട്ടിക്കൽ ട്രേസ് എങ്ങനെയാണ്, 10 mm എബോ എച്ച് പി മീൻസ് എബോ എക്സ് വൈ ലൈൻ. അപ്പോൾ ബിലോ എച്ച് പി ആയിരുന്നെങ്കിൽ ബിലോ എക്സ് വൈ ലൈൻ വരയ്ക്കും. അപ്പോൾ എന്താ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിരുന്നെങ്കിൽ എക്സ് ലൈന് താഴോട്ട് വരയ്ക്കും. ബിഹൈൻഡ് വി പി ആയിരുന്നെങ്കിൽ എക്സ് വൈ ലൈൻ്റെ മുകളിലോട്ട് വരയ്ക്കും. നമ്മൾ മുമ്പ് പഠിച്ച സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഗിവൺ ഡേറ്റ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, വെർട്ടിക്കൽ ട്രേസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് എന്ത് ടൈപ്പ് പ്രോബ്ലമാണ്, ഇതിപ്പോൾ ട്രേസ് തന്നിട്ട് ലൈൻസ് ട്രൂ ലെങ്തും അല്ലെങ്കിൽ ട്രൂ ഇൻക്ലിനേഷൻ കണ്ടെത്താനുള്ള ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ ട്രേസ് തന്നിട്ടുണ്ട്. ബാക്കി എന്താ ചോദിച്ചിട്ടുണ്ട്, ട്രൂ ലെങ്ത് ആരാണ്, എ B1 അല്ലെങ്കിൽ എ ഡാഷ് B1 ഡാഷാണ് ട്രൂ ലെങ്ത്. അത് കണ്ടെത്തണം. പിന്നെന്തൊക്കെയാണ്, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആരാണ്, തീറ്റ. അതായത് തീറ്റ ആംഗിൾ എത്രയാണെന്ന് കണ്ടെത്തണം. ഈ തീറ്റ മേക്ക് ചെയ്യുന്ന ആരാണ്, എ ഡാഷ് B1 ഡാഷ് ലൈനാണ് തീറ്റ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകുക. ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. നമുക്ക് 2 ട്രേസാണുള്ളത്, ഒന്ന് ഹൊറിസോണ്ടൽ ട്രേസും ഒന്ന് വെർട്ടിക്കൽ ട്രേസും. വെർട്ടിക്കൽ ട്രേസ് ആൾറെഡി തന്നിട്ടുണ്ട്, നമുക്ക് ആ ഫിഗറിൽ കാണിക്കണം. പിന്നെ എന്തും കൂടെ വേണം, ഹൊറിസോണ്ടൽ ട്രേസിനെ ഇവിടെ കണ്ടെത്തണം. ഓക്കെ ആണല്ലോടാ. ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡേറ്റ. ഓക്കെ, ഇവിടെ നോക്കിയടാ, നമുക്കൊരു റഫ് ഫിഗർ ഞാൻ എപ്പോഴും വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മളെ ബേസിക് ഫിഗറാണ്. അതായത് എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ, താഴെ എ ഡാഷിന് താഴെ എ ഉണ്ട്, ബി ഡാഷ് താഴെ ബി ഉണ്ട്. ഇത് ലോക്കസ് ഓഫ് എ ഡാഷ്, ഇത് ലോക്കസ് ഓഫ് ബി ഡാഷ് ആൻഡ് B1 ഡാഷ്. ഇത് ലോക്കസ് ഓഫ് എ, ഇത് ലോക്കസ് ഓഫ് ബി ആൻഡ് B1. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഡേറ്റാസാണ്. നോക്കിയുടെ ഡാർക്ക് ലൈൻ, ഡാർക്ക് ഒരു ആർക്ക് വരച്ചു, സ്ട്രെയിറ്റ് അവിടുന്ന് ലൈറ്റ് ലൈൻ വരച്ചു. കിട്ടിയ പോയിൻ്റാണ് B1. അതായത് ഫ്രണ്ട് വ്യൂ ആർക്ക് സ്ട്രെയിറ്റ് കിട്ടുന്ന പോയിൻ്റ് B1. ടോപ്പ് വ്യൂ ആർക്ക് സ്ട്രെയിറ്റ് കിട്ടുന്ന പോയിൻ്റ് B1 ഡാഷ്. എ ഡാഷ് B1 ഡാഷാണ് ട്രൂ ലെങ്ത്. അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ എ B1 ആണ് ട്രൂ ലെങ്ത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ചെറുതായിട്ട് വരച്ചേക്കുന്നത് ഒന്ന് നോക്കിയേക്കാം. കണ്ടല്ലോ, ഇവിടെ 2 ലൈൻസ് ഉണ്ട്. ഇപ്പോൾ വരച്ച പോലെ ക്ലോസ് ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പിട്ട് തൽക്കാലം റഫ് വരയ്ക്കുമ്പോൾ ഗ്യാപ്പിട്ട് വരച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ കിട്ടും.
2 ലൈൻസ് ഉണ്ട്, ഇവിടെ 2 ലൈൻസ് ഉണ്ട്. ലൈൻസ് റിലേഷൻ അറിയാം. ഈ ബി ഡാഷിന് തൊട്ട് താഴെ ആര് കാണും? ബി കാണുമെന്ന് എനിക്കറിയാം. ബി ഡാഷിൽ ഒരു ആർക്ക് വരച്ച് സ്ട്രേറ്റ് വരച്ച് ആര് കാണുമെന്ന് അറിയാം? B1 കാണുമെന്ന് അറിയാം. അതുപോലെ ബിയിൽ നിന്നൊരു ആർക്ക് വരച്ച് സ്ട്രേറ്റ് വരച്ചാൽ B1 ഡാഷ് കിട്ടുമെന്ന് അറിയാം. എയും എ ഡാഷും ഒരേ പോയിന്റ് നിൽക്കുമെന്ന് അറിയാം. ഇത് നമുക്കൊരു നോർമൽ ക്വസ്റ്റ്യൻ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് സാധാ ഒരു ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ ആൻസർ കിട്ടി. എന്നിട്ട് ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസ് എന്ന ക്വസ്റ്റ്യന് കാണും. അതായത് ഇതിൻ്റെ ട്രേസ് കണ്ടെത്താൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് കിട്ടിയ ഫ്രണ്ട് വ്യൂവിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട് വ്യൂ അങ്ങ് നീട്ടി വരയ്ക്കുമ്പോൾ അത് എക്സലിന് മുട്ടുന്ന പോയിൻറ്റിനെ എച്ച് ഡാഷ് എന്ന് പേര് കൊടുക്കുക. എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ടോപ്പ് വ്യൂ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ടോപ്പ് വ്യൂ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് എക്സലിന് ടച്ച് ചെയ്യുന്ന പോയിൻറ്റിന് വി എന്ന് പേര് കൊടുക്കുക. വി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എച്ച് ഡാഷിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എച്ച് ഡാഷ് കൂടി ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കാം. അതുപോലെ വി കൂടെയും ഒരു ലൈൻ ഇങ്ങനെ നീട്ടി അങ്ങ് വരയ്ക്കാം. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് എച്ച് ഡാഷിൽ നിന്ന് നീട്ടി വരച്ച ലൈൻ എ ബി ലൈനിൽ എവിടെ മുട്ടുമെന്ന് നോക്കുക. എ ബി ലൈനിൽ എവിടെ മുട്ടുന്നുണ്ട്? താഴെ മുട്ടുന്നതിന് മുകളിൽ ഇവിടെ മുട്ടുന്നുണ്ട്. ഓക്കെ, ആ പോയിൻറ്റിന് എച്ച് ടി എന്ന് പേര് കൊടുക്കുക. ഇതാണ് ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ലെങ്ത്. ഓക്കെ, അതുപോലെ വി ഇല്ലേ, വിയിൽ നിന്ന് നമ്മൾ ലൈൻ വരച്ചില്ല. ആ ലൈൻ, ഈ വി എവിടെ കിടക്കുന്ന ലൈനാണ്? വി കിടക്കുന്നത് എ ബി ലൈനിലാണ് വി ഉള്ളത്. ഓക്കെ, അപ്പോൾ വിയിൽ നിന്ന് വരയ്ക്കുന്ന വര എ ഡാഷ് ബി ഡാഷ് ലൈനിൽ എവിടെ മുട്ടുമെന്ന് നോക്കുക. നോക്കുമ്പോഴാണ് ഇവിടെ മുട്ടി. ഓക്കെ, അവിടുത്തെ പേര് വി ടി ഡാഷ്. നോക്കിയടാ, നമുക്ക് ഡാഷുള്ള പേരെല്ലാം ഒരേ ലൈൻ നിൽക്കും. എ ഡാഷ് ബി ഡാഷ് വി ടി ഡാഷ് എച്ച് ഡാഷ്. ഡാഷ് ഇല്ലാത്ത പേര് വയ്ക്കുക എ ബി വി എച്ച് ടി. നിങ്ങളിത് ഓർക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എപ്പോഴും ഫ്രണ്ട് വ്യൂ എക്സ് വൈ മുട്ടുമ്പോൾ എച്ച് ടി കിട്ടുമെന്ന് ഓർക്കുക. അത് വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. എപ്പോഴും ഇത് ആലോചിക്കുക, ഫ്രണ്ട് വ്യൂ ലൈൻ മുട്ടുമ്പോൾ കിട്ടുന്ന ഹൊറിസോണ്ടൽ ട്രേസ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, ഇതാണെന്ത്? ഹൊറിസോണ്ടൽ ട്രേസ്. ഇതാണെന്ത്? വെർട്ടിക്കൽ ട്രേസിൻ്റെ ലെങ്ത്. ഈ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ട്രേസ്. ഇതാണ് ശരിക്കും ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. അതിൻ്റെ ലെങ്താണ് ഈ കാണിച്ചേക്കുന്നത്. അത് ഈ ഒരു പ്ലെയിനിൽ നിന്ന് എത്ര ദൂരം മാറി നിൽക്കുന്നു. ഓക്കെ, അതായത് വെർട്ടിക്കൽ ട്രേസ് എൻ്റെ എച്ച് പിയിൽ നിന്ന് എത്ര ഉയരത്തിൽ നിൽക്കുന്നു. ഹൊറിസോണ്ടൽ ട്രേസ് എൻ്റെ വി പിയിൽ നിന്ന് ഇൻഫ്രണ്ട് ആണോ ബിഹൈൻഡ് ആണോ. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണിത്? ബിഹൈൻഡ് വി പി ആണ്. താഴോട്ടായിരുന്നെങ്കിലോ ഇൻഫ്രണ്ട് ഓഫ് വി പി ആയതിനെ. അതുപോലെ വെർട്ടിക്കൽ ട്രേസ് നോക്കിയേ, എബോ എച്ച് പി ആണ് ഇവിടെ. ഇത് താഴെ വന്നിരുന്നെങ്കിലോ ബിലോ എച്ച് പി എന്ന് പറയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇത് എബോ എച്ച് പി ആണ്, ഇത് ബിഹൈൻഡ് വി പി ആണ്. അതാണ് ഇങ്ങനെ രണ്ട് മുകളിൽ വന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ബോത്ത് ട്രേസസ് ആർ എബോ എക്സ് വൈ ലൈൻ എന്നും പറയാം. അതൊക്കെ ഓരോ ടൈംസ് നമുക്ക് പല ആൾക്കാരും പറയുന്നുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് ഫിഗർ വിത്ത് ട്രേസസ്. ഓക്കെ, അപ്പോൾ പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? എൻ്റെ ക്വസ്റ്റ്യനകത്ത് ട്രേസ് തന്നിട്ടുണ്ട്, ലൈൻസ് കണ്ടെത്താണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻസിൽ എന്താ ചെയ്തത്? ലൈൻസ് ഉണ്ടായിരുന്നു, ട്രേസസ് നോട്ട് ചെയ്യുക. അതായത് ട്രേസസ് നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് കണ്ടെത്തുക. അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ആ സിമ്പിൾ മെത്തേഡ് ചെയ്യാം. അതിൻ്റെ ട്രേസോടെ കണ്ടെത്തി വെച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യൻ എന്ത് തരും? ഇത് ഏതൊരു ട്രേസ് ആദ്യമേ തരും. ഏതൊരു ട്രേസ് ആദ്യമേ തന്നിട്ട് അത് വെച്ചിട്ട് ബാക്കി വരയ്ക്കാൻ പറയും. ഓക്കെ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം ഒരു എക്സ് വൈ ലൈൻ അങ്ങ് വരയ്ക്കുകയാണ്. ഒരു എക്സ് വൈ ലൈൻ അങ്ങ് വരച്ചു. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റാസ് ഓരോന്നായിട്ട് വായിച്ചു നോക്കുക. AB1 ലൈൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. എനിക്കിപ്പോൾ വരയ്ക്കാനുള്ള ഒരു വകുപ്പുമില്ല, ഒരു ഡീറ്റെയിൽസും കയ്യിലില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ഡീറ്റെയിൽസും കയ്യിലില്ല, അപ്പോൾ എനിക്കൊന്നും വരയ്ക്കത്തില്ല. അടുത്തത് A'20 mm എബോ എക്സ് വൈ ലൈൻ. അതെനിക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ നിന്ന് 20 എബോ. നമുക്കിവിടെ എത്ര ഗ്യാപ്പ് നോക്കിയാൽ നോക്കിയാടാ,
ഒരു ബി ഡാഷ് ഉണ്ട് 50 mm എബോ. അപ്പോൾ ഒരു 50 ഉണ്ടോ നോക്കിയാൽ ഗ്യാപ്പ് 50 ഉണ്ട്, വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ ഡാഷ് 20 mm എബോ. 20 പ്ലോട്ട് ചെയ്യുക, ഇവിടെയും കൂടെ വെച്ച് സ്ട്രെയിറ്റ് വെച്ചിട്ട് 20 പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈൻ വരയ്ക്കാൻ പറ്റും. ഒരു ലൈൻ നീട്ടി വരയ്ക്കാം. ഇതെന്താണ്? ഈ വരച്ചത് ലോക്കസ് ഓഫ് എ ഡാഷ്. ഓക്കെ, അടുത്തത് എൻ്റെ ഗിവൺ ഡേറ്റിൽ എന്തുണ്ട്? ബി ഡാഷ് 50 mm എബോ എക്സ് വൈ ലൈനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പിന്നെ 50 എടുത്ത് കളയും. ഈ ലൈനിൽ നിന്ന് 50 എടുത്ത് വരയ്ക്കും ഇവിടെ നിന്ന്. അത് തെറ്റിക്കല്ലേ, എപ്പോഴും എക്സ് വൈ ലൈനിൽ നിന്ന് വേണം എടുക്കാൻ വേണ്ടി. ഇവിടെ നിന്ന് 50 എടുക്കുക, വീണ്ടും ഇവിടെ നിന്ന് 50 മാർക്ക് ചെയ്യുക. അത് ചേർത്ത് വരയ്ക്കുമ്പോൾ ലോക്കസ് ഓഫ് ബി ഡാഷ് ആവും. ഓക്കെ, ഇപ്പോൾ എന്തായി? ലോക്കസ് ഓഫ് ബി ഡാഷ് ആൻഡ് B1 ഡാഷ്. എന്തിൻ്റെ കൂടെ ലോക്കസാണ്? B1 ഡാഷിൻ്റെ കൂടെ ലോക്കസ്. ഓക്കെ, ലോക്കസ് ഓഫ് ബി ഡാഷ് ആൻഡ് B1 ഡാഷ്. അപ്പോൾ എനിക്ക് 2 ലോക്കസായി. അപ്പോൾ ഈ ഒരു ഡേറ്റ ഞാൻ വരച്ചു കഴിഞ്ഞു, ഈ ഒരു ഡേറ്റ വരച്ചു കഴിഞ്ഞു. ഇനി എ ഡാഷ് ബി ഡാഷ് 70 mm. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലോക്കസ് ഓഫ് എ ഡാഷ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ ലൈൻ വരച്ചാൽ അതിൽ ഇവിടെ എ ഡാഷ് ഉണ്ടെന്ന് എനിക്ക് അസ്യൂം ചെയ്ത് തുടങ്ങാം. ഇവിടെ എ ഡാഷ് ഉണ്ട്. താഴെ ലോക്കസ് ഓഫ് എ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് തൊട്ട് താഴെ ആരും കൂടെ മാർക്ക് ചെയ്യാം, എയും കൂടെ പ്ലോട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ലോക്കസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ലൈൻ ചുമ്മാ താഴോട്ട് ഇടാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ലൈനിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ലൈനിൽ എവിടെയോ ആരെ കിട്ടും, എയെ കിട്ടും. നോക്കിയാൽ എ ഡാഷിൻ്റെ താഴെ ആരുണ്ട്, എ ഉണ്ട്. അപ്പോൾ ഈ ലൈനിൽ ഫ്യൂച്ചറിൽ മുകളിലോ താഴെ എവിടെയെങ്കിലുമൊക്കെ ആരെ കിട്ടും, എയെ കിട്ടും. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി എന്ത് ക്വസ്റ്റ്യനുണ്ട്? എ ഡാഷ് ബി ഡാഷ് ലെങ്ത് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ ആ ലെങ്ത് എടുക്കുക. എത്രയാണ് തന്നിരിക്കുന്നത്? 70 തന്നിരിക്കുന്നത്. 70 ലെങ്ത് കോമ്പസിലെടുക്കുക. 70 mm മീൻസ് 7 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള പോയിന്റ് കോമ്പസ് കുത്തുക, ഇല്ലാത്ത പോയിന്റ് പെൻസിൽ വയ്ക്കുക. എ ഡാഷ് ബി ഡാഷിൽ ആര് കയ്യിലുണ്ട്, എ ഡാഷ് കയ്യിലുണ്ട്, അവിടെ കോമ്പസ് കുത്തുക. ഓക്കെ, പെൻസിലിൻ്റെ തുമ്പിൽ ആരുണ്ട്, ബി ഡാഷ് ഉണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ബി ഡാഷിൻ്റെ ലോക്കസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആരെ കിട്ടും, കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബി ഡാഷ് എന്ന പോയിന്റ് കിട്ടും. അപ്പോൾ എ ഡാഷായി ബി ഡാഷായി രണ്ടും ചേർത്ത് വരച്ച എന്ത് കിട്ടും, ഫ്രണ്ട് വ്യൂ കിട്ടും. അല്ല, ഇത് നോക്കിയാൽ ഇത്രയും ഡീറ്റെയിൽസ് നോക്കിയടാ, ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് നമ്മൾ ആലോചിക്കുക. എ ഡാഷിൻ്റെ ലോക്കസ് ഉണ്ട്, ബി ഡാഷിൻ്റെ ലോക്കസ് ഉണ്ട്, എ ഡാഷ് ബി ഡാഷ് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി എന്തുണ്ട്, 45 ഡിഗ്രി ആരെ വേണം, എയും B1 വേണം. ഇവിടെ എയോ B1 ഉണ്ടോ, ഇല്ല. എയും B1 ഒക്കെ ടോപ്പ് വ്യൂവിൻ്റെ ആൾക്കാരാണ്. എൻ്റെ കയ്യിൽ എന്തേ ഉള്ളൂ, ഫ്രണ്ട് വ്യൂവിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കെന്താ, ഇതിപ്പോൾ വരയ്ക്കാൻ പറ്റത്തില്ല, ഇത് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തുണ്ട്, ഒരു ഡേറ്റ കൂടെ കയ്യിലുണ്ട്, ഒരു വെർട്ടിക്കൽ ട്രേസ് 10 mm എബോ എക്സ് വൈ ലൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കൽ ട്രേസ് എക്സ് വൈ ലൈനിൽ നിന്ന് 10 mm മുകളിലാണെന്ന് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക, 10 mm മാറി ഒരു ലോക്കസ് അങ്ങ് വരയ്ക്കുക. വെർട്ടിക്കൽ ട്രേസിൻ്റെ ലോക്കസ് വരയ്ക്കുക. ഈ ലെങ്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം.
അപ്പോൾ 10 മാറി ഒരു ലോക്കസ്, അത് ആരുടെ ലോക്കസാണ്? ലോക്കസ് ഓഫ്, ഇവിടെ നോക്കിയടാ, എൻ്റെ വെർട്ടിക്കൽ ട്രേസിൻ്റെ ഇവിടെ നോക്കിയപ്പോൾ വെർട്ടിക്കൽ ട്രേസ് എക്സിന് മുകളിലല്ലേ. അപ്പോൾ ഈ ടോപ്പ് പോയിൻ്റ് കൂടെ പോകുന്ന ഈ ഒരു ലോക്കസ്, അതായത് ലോക്കസ് ഓഫ് ബി ടി ഡാഷ്, ലോക്കസ് ഓഫ് ബി ടി ഇത് പോയിൻ്റ് ആരാണ്? ബി ടി ഡാഷാണ്. അപ്പോൾ ഈ ടോപ്പിലെ ഈ പോയിന്റിലെ ഈ ബി ടി ഡാഷിൻ്റെ ലൊക്കേഷനാണ് തന്നേക്കുന്നത്. ബി ടി 10 mm എബോ എക്സ് ലൈൻ മീൻസ് എന്താണ്? എക്സ് വൈ ലൈനിൽ വി എന്ന പോയിന്റ് ഉണ്ട്, അവിടുന്ന് 10 മുകളിലോട്ട് മാറി വി ടി ഡാഷ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വരച്ചേക്കുന്നത് എന്താണ്? ലോക്കസ് ഓഫ് ബി ടി ഡാഷ്. വേണമെങ്കിൽ എക്സ് വൈ ലൈനിലേക്ക് എന്ത് വിളിക്കാം? ലോക്കസ് ഓഫ് വി എന്ന് വിളിക്കാം. വി ആണ് എച്ച് ഡാഷ് ആണ്. നോക്കിയടാ, ഈ എക്സ് വൈ ലൈനിലല്ലേ എച്ച് ഡാഷും വിയും വരുന്നത്. അപ്പം ഈ എക്സ് വൈ ലൈൻ എന്ത് വിളിക്കാം? ലോക്കസ് ഓഫ് ബി ആൻഡ് എച്ച് ഡാഷും വിളിക്കാം. എപ്പോഴും സെയിം ആയിരിക്കും. ഈ എക്സ് വൈ ലൈൻ എന്തായിരിക്കും? എച്ച് ഡാഷിൻ്റെയും വിയുടെയും ലോക്കസ് ആയിരിക്കും എപ്പോഴും. ഇത്രയായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ഡീറ്റെയിൽസ് ഗിവൺ ഡേറ്റയാണ്. ഇനി ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം. എൻ്റെ എ ഡാഷ് ബി ഡാഷ് ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ അത് എക്സ് ലൈന് ഒരു പോയിൻ്റ് മുട്ടും. അതാരാണ്? എച്ച് ഡാഷാണ്. അതുപോലെ ഈ ലൈനിൽ ആരുണ്ട്? ബി ടി ഡാഷ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആ 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. അതായത് എൻ്റെ ഫ്രണ്ട് വ്യൂ ലൈനെ ഞാൻ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. മുട്ടുന്ന പോയിൻ്റ് എച്ച് ഡാഷ്. എക്സ് ലൈൻ മുട്ടുന്ന പോയിൻ്റ് എച്ച് ഡാഷ്. ഓക്കെ. ഈ ലൈനിൽ പിന്നെ ആരുണ്ട്? ഈ ഫ്രണ്ട് വ്യൂ എക്സിൻ്റെ ലൈനിൽ ആരുണ്ട്? ബി ടി ഡാഷ് ഉണ്ട്. ഈ ലോക്കസിൽ ആരുണ്ട്? ബി ടി ഡാഷ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് ആരായിരിക്കും? ഇതാരായിരിക്കും? പറഞ്ഞു നോക്കിയേ. ഈ കിട്ടുന്ന പോയിൻ്റ് ആരായിരിക്കും? ബി ടി ഡാഷ് ആയിരിക്കും. ഓക്കെ. ബി ടി ഡാഷ് ഉണ്ടെങ്കിൽ അതിന് താഴോട്ട് വരച്ച ആരെ കിട്ടും? വി കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് താഴേക്ക് വരച്ചാൽ എന്ത് കിട്ടും? പോയിൻ്റ് വി കിട്ടും. നിങ്ങൾ ഒരുവിധം പഠിച്ചെടുത്താൽ ഇത്രയും വരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റേ. ഇനിയാണ് ചെറിയ കൺഫ്യൂഷൻ അടിക്കുന്ന പോർഷൻ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്രയും പോർഷൻ ഒരു ലൈനായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഒരു ലൈൻ കിട്ടും നമുക്ക്, ഇങ്ങനെ ലൈൻ കിട്ടും. അതിൻ്റെ ടോപ്പ് നമ്മൾ ഇത്രയും പോർഷൻ കണ്ടോ? ഈ വി ടി ഡാഷ് ബി ഡാഷ് ഇത്രയും പോർഷൻ ഒരു ലൈനായിട്ട് അസ്യൂം ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു ഇത് തന്നിട്ടില്ലേ 45 ഡിഗ്രി. ആ 45 ഡിഗ്രി എടുത്ത് ബിയിൽ വച്ചിട്ട് ഒരു ടെമ്പററി ട്രൂ ലെങ്തിൻ്റെ ലൈൻ പോലെ വരയ്ക്കുക. ഇങ്ങനെ ഒരു ടെമ്പററി ലൈനാണ്. നമുക്ക് പോയിൻറ്റ്സ്, ഓരോ പോയിൻറ്റ്സ് കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞുതരാം. എന്താണ് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു ഫൈ എന്നൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ വിയിൽ നിന്ന് ഫൈ ആംഗിൾ എടുത്ത് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണ് തെറ്റാൻ ചാൻസ് ഉള്ളത്. ഇനി ചെയ്യാൻ പോകുന്ന 2 സ്റ്റെപ്പാണ് നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 2-3 തവണ ടൈം എടുത്ത് ചെയ്യുക. 45 ഡിഗ്രിയാണ്. ഒരു റഫ് ഫിഗറൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ സ്റ്റെപ്പ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. ഒരു ലൈനങ്ങ് നീട്ടി വരയ്ക്കുക. ഓക്കെ, ഒരു ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും ഒരു ലൈൻ്റെ പാർട്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്യും. ഇത്രയും ഒരു ലൈൻ്റെ ഫ്രണ്ട് വ്യൂ ആയിരുന്നു. എ ഡാഷ് ബി ഡാഷ് അല്ല, ബി ടി ഡാഷ് ബി ഡാഷ് എന്നൊരു ലെങ്തി ലൈൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, എന്താണ്? ബി ടി ഡാഷ് ബി ഡാഷ് എന്നൊരു ലൈൻ, ബി ടി ബി എന്നൊരു ലൈൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് തൊട്ട് ഇതുവരെ. എങ്കിൽ അതിൻ്റെ ട്രൂ ലെങ്ത് എങ്ങനെ കണ്ടെത്താം? ഓക്കെ, ബി ടി ഡാഷിൻ്റെ താഴെ വി ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന പോലെ എ ഡാഷിൻ്റെ താഴെ എ എന്ന് പറയൂലേ, അതുപോലെ ബി ടി ഡാഷിൻ്റെ താഴെ വി ഉണ്ട്. നോക്കിയേ, എ ഡാഷ് ബി ഡാഷ് ലൈൻ ഉണ്ട്, എ ഡാഷിൻ്റെ താഴെ എ ഉണ്ട്. അതാ ബി ടി ഡാഷ് ബി ഡാഷ് ലൈൻ ഉണ്ട്, ബി ടി ഡാഷിൻ്റെ താഴെ വി ഉണ്ട്. വിയിൽ കൂടി ഇവിടെ നോക്കിയേ, എയിൽ കൂടി ട്രൂ ലെങ്ത് ലൈൻ പോകുന്നുണ്ട്. എത്ര ആംഗിള്? 5 ആംഗിൾ.
ഇവിടെയൊക്കെ ഞാൻ 5 ആംഗിൾ വരച്ചില്ലേ? ഈ വരച്ചേക്കുന്ന 5 ആംഗിൾ അല്ലേ? 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി മീൻസ് 5 അല്ലേ? അപ്പോൾ 5 ആംഗിളിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആർക്ക് സ്ട്രെയിറ്റ് വരച്ചാൽ ട്രൂ ലെങ്ത് കിട്ടത്തില്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ കയ്യിൽ VT' ഉണ്ട്, താഴെ V ഉണ്ട്. അപ്പോൾ ഇതൊരു ലൈനായിട്ട് അസ്യൂം ചെയ്യുക. ഇവിടുന്ന് ആർക്ക് വരയ്ക്കുക, സ്ട്രെയിറ്റ് വരയ്ക്കുക. ഇവിടെ 5 വരച്ച ലൈനിൽ മുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും ട്രൂ ലെങ്ത്. അങ്ങനെ അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് VT' കോമ്പസ് കുത്തും, B' പെൻസിൽ വയ്ക്കും, ലോക്കസ് ഓഫ് VT' വരെ ആർക്ക് വരയ്ക്കും. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു പോയിൻ്റ് കിട്ടും. നമുക്കൊരു തൽക്കാലം ഒരു പേര് B2 എന്ന് കൊടുക്കാം. B2 എന്നോ B3 എന്നൊക്കെ കൊടുക്കാം. B2 എന്ന് കൊടുക്കാം. ഈ B2V ഇതെന്തായിരിക്കും? B2V എന്ന് വെച്ചാൽ എന്തായിരിക്കും? VT'B' എന്ന ഫ്രണ്ട് വ്യൂ ഉള്ള ലൈൻ്റെ ട്രൂ ലെങ്ത് ആണ് B2 എന്താ? ഈ ഒരു ലൈൻ്റെ ട്രൂ ലെങ്ത് ആണ് ഇത്. ശരിക്കും വേണ്ടത് എന്താണ്? A', ട്രൂ ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് B2 കിട്ടിക്കഴിഞ്ഞാലേ ഈ ലൈനിൽ തന്നെ ആര് കാണും? ഈ ലൈനിൽ തന്നെ ആര് കാണും? B കാണും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ ലൈനിൽ തന്നെ ആര് കാണുമെന്ന് അറിഞ്ഞിരിക്കുക? എൻ്റെ ടോപ്പ് വ്യൂവിൻ്റെ എൻഡ് കാണുമെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഈ വരയ്ക്കുന്നത് ലോക്കസ് ഓഫ് B, B1, B2 ആണെന്ന് അസ്യൂം ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ലൈനിൽ ആരുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി? B ഉണ്ടെന്ന് മനസ്സിലായി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ സ്റ്റെപ്പാണ്. ഈ ലൈനിൽ B ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ B' ഉണ്ട്. ഇങ്ങനെ തൊട്ട് താഴെ ആര് കാണും? B കാണും അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് എന്ത് കിട്ടും? നോക്കിയേ, B' സ്ട്രെയിറ്റ് വരച്ച് ആരെ കിട്ടും? B കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വരച്ച് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്ന പോയിൻ്റാണ് B. അപ്പോൾ B കിട്ടിക്കഴിഞ്ഞു. നോക്കിയേ, B എന്ന പോയിന്റിലോട്ട് Bയിൽ നിന്ന് ലൈൻ പോകുന്നില്ലേ? നോക്കിയേ, ഈ Bയും Aയും Bയും ഒക്കെ ഒരേ ലൈനിൽ കിടക്കുന്ന ആൾക്കാരാണ്. കണ്ട? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ Bയിൽ നിന്ന് B ജോയിൻ ചെയ്തുകൂടെ? Bയിൽ വയ്ക്കുക, B വയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ബിയിൽ നിന്ന് Bക്കും Bക്കും ഇടയ്ക്ക് ആരുണ്ട്? A ഉണ്ട്. എങ്ങനെ? A' താഴെ. അപ്പോൾ നോക്കിയേ, Bക്കും Bക്കും ഇടയ്ക്ക് ആര് വരും? ആ ലൈനിൽ A വരും. എങ്ങനെ? A' താഴെ. അപ്പോൾ A' താഴെ ലൈൻ വരയ്ക്കുക. Bയും Bയും ജോയിൻ ചെയ്യുന്ന ലൈൻ മുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും ആര്? A എന്ന പോയിൻ്റ്. നമ്മളെ ടോപ്പ് വ്യൂവിൻ്റെ A കിട്ടി. A ഉണ്ട്, B ഉണ്ട്. എന്ത് വരയ്ക്കാം? ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയായി? ഫ്രണ്ട് വ്യൂമായി, ടോപ്പ് വ്യൂമായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി എല്ലാം മറന്നേക്കുക. ഇനി പഴയ പോലെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് കൺസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് മെയിൻ സ്റ്റെപ്പ്. ഇത്രയും കഴിഞ്ഞാൽ ഇനി എല്ലാം സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ തൊട്ട് ഈ VT', B' എന്ന ഫ്രണ്ട് വ്യൂവിൻ്റെ ട്രൂ ലെങ്ത് ആദ്യം ലൊക്കേറ്റ് ചെയ്തു. B2 ലൊക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് ലോക്കസ് വരച്ചു. ആ ലോക്കസിൽ ഈ B' താഴ്ത്ത് വരച്ച് B കണ്ടെത്തി. Bയും ജോയിൻ ചെയ്യുമ്പോൾ ആ ലൈനിൽ A ഉണ്ട്. A' നിന്ന് A കണ്ടെത്തി. ഇത്രയും കഴിഞ്ഞാൽ ഇനി എല്ലാം സിമ്പിളാണ്. ഇത് നോക്കണേ, A കിട്ടിക്കഴിഞ്ഞാൽ ലോക്കസ് ഓഫ് A വരയ്ക്കാം. A കൂടി വരച്ചത് ഇതിനെ ലോക്കസ് ഓഫ് A എന്ന് വിളിച്ചു. ഇത് നോക്കിയടാ, A', B' ഉണ്ട്, AB ഉണ്ട്, ഡാർക്ക് ലൈൻ ഉണ്ട്. ഡാർക്കിൽ നിന്ന് ആർക്ക്, സ്ട്രെയിറ്റ്, ലൈറ്റ്. ഇവിടുന്ന് ഡാർക്കിൽ നിന്ന് ആർക്ക്, സ്ട്രെയിറ്റ്, ലൈറ്റ്. ആ സ്റ്റെപ്പാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. നോക്കാം,
ഇവിടെ നിന്ന് ഡാർക്ക് ലൈൻ ഉണ്ട്, ആർക്ക് സ്ട്രെയിറ്റ് എ ഡാഷിൽ നിന്ന് ആ പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുക. ലൈൻ ഇതാണ് B1 ട്രൂ ലെങ്ത്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? എയിൽ കോമസ് കുത്തുക, എ ഡാഷിൽ പെൻസിൽ വയ്ക്കുക, ആർക്ക് വരയ്ക്കുക, ഏകദേശം നേരത്തെ വെച്ച ആർക്കിന് അടുത്ത് നിൽക്കും കേട്ടോ. സ്ട്രെയിറ്റ് വരയ്ക്കുക, ഇപ്പോൾ കിട്ടിയ പോയിന്റിൽ നിന്ന് ലൈറ്റ് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ കിട്ടിയ പോയിൻ്റാണ് എന്ത്? ഇതാണ് B1. B1 ആണ് ട്രൂ ലെങ്ത്. ഓക്കെ, നമുക്ക് മെഷർമെൻ്റ് എടുത്ത് നോക്കി എത്ര കിട്ടും? ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം 100 കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് 100 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിടത്ത് ട്രൂ ലെങ്ത് സെയിം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, തീറ്റ എന്താണ്? ഇതാണ് തീറ്റ. ഇംഗ്ലീഷ് ഒറിജിനൽ ലൈൻ്റെ ഇംഗ്ലീഷൻ വിത്ത് HP, നമ്മൾ ഇവിടുത്തെ ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് HP ആണ് തീറ്റ. തീറ്റ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കുക. നോക്കുമ്പോൾ തീറ്റ ഏകദേശം ഒരു 18 ഡിഗ്രി വന്നു. അപ്പോൾ എടുത്തെഴുതണം തീറ്റ ഈക്വൽ ടു 18 ഡിഗ്രി. നിങ്ങൾക്ക് ഇൻ കേസ് എക്സാം ടൈമിൽ കൺഫ്യൂഷൻ അടിക്കണം, ഫൈയും തീറ്റ കൺഫ്യൂഷൻ അടിക്കണമെങ്കിൽ ഇംഗ്ലീഷൻ വിത്ത് HP എന്ന് എഴുതിയാൽ മതി. തീറ്റയാണ് ഫൈ ആണ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീറ്റ എന്ന് എഴുതണ്ട, ഇംഗ്ലീഷൻ വിത്ത് HP എന്ന് എഴുതിയിട്ട് 18 എഴുതുക. പിന്നെന്ത് പറയുന്നുണ്ട്? ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് എനിക്ക് എത്ര കിട്ടി? 100 mm. അപ്പോൾ നിങ്ങൾ വരയ്ക്കും വേറെ കുറച്ചും കൂടെ മാറ്റമുള്ള ലെങ്ത് കിട്ടും, കുഴപ്പമില്ല. 2, 3, 4 mm മാറിയാലും കുഴപ്പമില്ല. മെത്തേഡ് ഓക്കെയാണ്, നോക്കത്തേ ഉള്ളൂ. ഇനി എന്താ? ട്രേസസ് കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ട്രേസ് ഇവിടെ നിന്ന് എങ്ങനെ കിട്ടും? ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ ട്രേസ്, ആൾറെഡി അറിയാം. ഹോറിസോൺ ട്രേസ് ഇങ്ങനെ കിട്ടും. ഇവിടെ കിട്ടുന്ന പോയിന്റ് HT. ഓക്കെ, ഈ ലെങ്ത് എടുക്കുക. ലെങ്ത് എടുക്കുമ്പോൾ ഏകദേശം ഒരു 24 കിട്ടി. അപ്പം ഹൊറിസോണ്ടൽ ട്രേസ് ഈക്വൽ ടു 24 mm. ഇത്രയല്ലേ ക്വസ്റ്റ്യൻ പറയുന്നുള്ളത്? ഇത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ ഫൈനൽ ആൻസറായി 20 മാർക്കാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 തവണ ഈ വരച്ച് പഠിക്കുക. ഇതിൽ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജ് എവിടെയാണ്? ഇവിടെ തുടങ്ങും നമ്മൾ ആ VT' ലൈൻ്റെ ട്രൂ ലെങ്ത്. ഇത് VT' ഡാഷുള്ള പേര് ഫ്രണ്ട് വ്യൂ. ഈ ലൈൻ്റെ ഫ്രണ്ട് വ്യൂ, ഈ നീളം കൂടി ലൈൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്. അതിൻ്റെ ആദ്യം എന്ത് ചെയ്യുക? ടോപ്പ് വരച്ച് പോയിന്റ് കണ്ടെത്തുക. ആ ലോക്കസ് തന്നെ മറ്റ് പോയിന്റ് ഉണ്ടെന്ന് അറിയുക. ബാക്കി എണ്ണം എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് കണ്ടെത്തുക. ഒന്ന് അത്രയും സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ഫൈനൽ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരണേ, എത്ര ആൻസർ കിട്ടി എന്നുള്ള അയച്ചു തരണേ.